ഭൂമധ്യരേഖ കാലാവസ്ഥ. വർഷം മുഴുവൻ കനത്ത മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. ഏകദേശം 175 സെന്റിമീറ്റർ മുതൽ 250 സെന്റിമീറ്റർ വരെ ഇവിടുത്തെ വാർഷിക മഴ. ഉയർന്ന താപനില, ഉയർന്ന ബാഷ്പീകരണ തോത് എന്നിവയാണ് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ കനത്ത മഴയ്ക്ക് കാരണം. സംവഹന വൃഷ്ടി കൂടാതെ ചിലയിടങ്ങളിൽ ശൈലവൃഷ്ടിയും ലഭിക്കാറുണ്ട്. ഇന്തോനേഷ്യയിലെയും ആഫ്രിക്കയിലെയും പർവ്വത പ്രദേശങ്ങളിലാണ് ശൈലവൃഷ്ടി ലഭിക്കുന്നത്. നിർവാത മേഖലയിലെ വായുപ്രവാഹങ്ങളുടെ സംയോജനം മൂലമുണ്ടാകുന്ന അന്തരീക്ഷ അസ്വസ്ഥത ഇടവിട്ടുള്ള നേരിയ ചക്രവാത വൃഷ്ടിക്കും ചിലപ്പോൾ കാരണമാകാറുണ്ട്. വർഷം മുഴുവൻ ഒരേ അളവിൽ സൗരോർജം ലഭിക്കുന്നത് മൂലം ഭൂമധ്യരേഖയ്ക്ക് ഉടനീളം താപജന്യമായ ഒരു ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുന്നു. ഇവിടെ വായുവിൻ്റെ തിരശ്ചീന ചലനം സാധ്യമാക്കുന്നില്ല. നിർവാത മേഖല എന്നാണ് ഈ മേഖല അറിയപ്പെടുന്നത്. ഉയർന്ന ആർദ്രത, തീവ്രമായ സൂര്യപ്രകാശം, അത്യുഷ്ണം എന്നിവ കാരണം പകൽ സമയത്ത് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ അസഹനീയമായ അന്തരീക്ഷ സ്ഥിതിയാണ് ഉള്ളത്. എന്നാൽ തീരപ്രദേശങ്ങളിൽ കടൽക്കാറ്റുകളുടെ സ്വാധീനം അത്യുഷ്ണത്തിന് ആശ്വാസമേകുന്നു. ഇത് തീരപ്രദേശങ്ങളിൽ കൂടുതൽ ജനവാസം സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നു. ഉഷ്ണമേഖല മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന നിബിഡ വനങ്ങളാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ പ്രത്യേകത. എബണി, മഹാഗണി, സിങ്കോണ, റോസ്വുഡ് എന്നിങ്ങനെയുള്ള വൻമരങ്ങൾ ഉൾപ്പെടെ ധാരാളം വ്യത്യസ്തങ്ങളായ നിത്യഹരിത വൃക്ഷങ്ങൾ ഈ മേഖലയിൽ വളരുന്നുണ്ട്. വൻമരങ്ങളെ കൂടാതെ ചെറുപനകൾ, ലിയാനാസ് പോലുള്ള വള്ളിച്ചെടി, മരവാഴ പോലുള്ള എപ്പിഫൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന സസ്യങ്ങൾ, ധാരാളം പരാത സസ്യങ്ങൾ, പന്നൽ ചെടി, ലാലങ് പോലുള്ള പുൽവർഗ സസ്യങ്ങൾ എന്നിവ ഇവിടെ ഇടതൂർന്ന് വളരുന്നു. കൂടുതൽ SCRT വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക്